ഹലോ, URS കുക്കിംഗ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ വറുത്തതായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ വറുക്ക എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. തട്ടുകടയിലും കടയിലെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, അതേ ടേസ്റ്റും അതേ രുചിയിലും നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ വറുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ വറുക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ നമുക്ക് ആവശ്യം ഗരം മസാലയാണ്, ചില്ലി ഫ്ലേക്സ് ഒരു 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി അതും 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മസാലയ്ക്കൊന്ന് മിക്സ് ആകാനായിട്ടുള്ള കുറച്ച് വിനാഗിരി കൂടെ ചേർക്കാം. പക്ഷേ അതുകൊണ്ട് മിക്സ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ കഷ്ണങ്ങളെല്ലാം മസാലയിലേക്കിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ നമ്മളൊരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ എടുത്ത് വെക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അപ്പോഴും നമ്മൾ ഒരേപോലെ ചെയ്യല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് എല്ലാ പീസുകളും എല്ലുള്ളതും എല്ലില്ലാത്തതും എല്ലാം നീളമായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ മസാലയെല്ലാം തേച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 3/4 മണിക്കൂർ, മിനിമം ഒരു 3/4 മണിക്കൂറെങ്കിലും വെക്കണം. 1 മണിക്കൂറായാലും കുഴപ്പമില്ല. അതിന് നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് വറുത്ത് പോരാം. ഇപ്പം ഞാനിതെല്ലാം എടുത്ത് വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തോട്ട് വയ്ക്കാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ആക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി പോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ചിക്കനിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇതെല്ലാം കോരി മാറ്റാം. അപ്പോൾ ഈ ടേസ്റ്റുള്ള ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ചിക്കൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും ഇതേപോലെയുള്ള ചിക്കൻ വറുത്ത് കൊടുക്കുക. നമുക്ക് കടയിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലും രുചിയിലുമുള്ള ഈ ഒരു ചിക്കൻ വറുത്തത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അറിയുന്നവരുണ്ടാവും ഒത്തിരി പേര്, എങ്കിലും അറിയാത്തവർ ഇതേപോലെ ചെയ്ത് നോക്കും. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.